സ്ഥാനാർത്ഥികളെ ജനാധിപത്യത്തിന്റെയും കാവലാളുകളായ ഫസൽ വധക്കേസിൽ വിചാരണ നേരിടുന്ന കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും തെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി നാട്ടുവോട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം ഇരുമുന്നണികൾക്കും തലവേദനയാകുന്നു. RSP മത്സരിച്ച സീറ്റുകൾ തുല്യമായി വീതിക്കണമെന്ന് കാനം രാജേന്ദ്രൻ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ലീഗ് കോൺഗ്രസ് തർക്കം പരിഹരിക്കാനാകില്ലെന്ന് KPA മജീദ്. മലപ്പുറത്ത് UDF-ൽ തർക്കം തീർന്നില്ല. പരപ്പനങ്ങാടി നഗരസഭയിൽ ലീഗിനെതിരെ കോൺഗ്രസ് CPM സഖ്യം. CPM കോൺഗ്രസ് സഖ്യം 45 സീറ്റിൽ മത്സരിക്കും. വണ്ടൂരിൽ 4 പഞ്ചായത്തുകളിൽ കോൺഗ്രസിനെതിരെ CPM ലീഗ് സഖ്യം. ഫസൽ വധക്കേസിൽ വിചാരണ നേരിടുന്ന CPM നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും മത്സരരംഗത്തേക്ക്. കാരായി രാജൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കും. BJP വിട്ടുവന്ന OK വാസുവും N അശോകനും സ്ഥാനാർത്ഥി പട്ടികയിൽ. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് KSRTC-യിൽ കൂട്ടസ്ഥലം മാറ്റം. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ ഡിപ്പോകളിൽ 300-ലധികം പേർക്ക് സ്ഥലം മാറ്റം. ആദ്യം ഇന്ന് ഇങ്ങനെയാണ് ഇന്നത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മത്സരരംഗത്ത് നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളും വിവരങ്ങളുമായി അഞ്ജിത അശോക. മുന്നണിക്കുള്ളിലെ സീറ്റ് വിഭജനം തന്നെയാണ് ഇന്നും പ്രധാന ചർച്ചാ വിഷയം. മലപ്പുറത്ത് സീറ്റ് വിഭജനം സംബന്ധിച്ച് UDF-നുള്ളിൽ തർക്കം മുറുകുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസും ലീഗും തമ്മിലുള്ള പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാനാവില്ലെന്നാണ് KPA മജീദ് വിശദീകരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ആ പഞ്ചായത്ത് മാത്രമല്ല 9-10 പഞ്ചായത്തിലുണ്ട്. മനസ്സിലായില്ലേ? അവിടുത്തെ പ്രശ്നങ്ങളാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ സ്വയം ഓരോ സ്ഥലത്തും പ്രാദേശികമായി തീർത്തുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ടും സീറ്റ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസും ലീഗും തമ്മിലുള്ള തർക്കം തുടരുകയാണ്. ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനിലും കൂടുതൽ സീറ്റ് വേണമെന്നതാണ് ലീഗിന്റെ ആവശ്യം. ലീഗിന് നല്ല മെജോറിറ്റി ഉള്ള വാർഡുകൾ കുറച്ച് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് കുറച്ച് 2-3 സീറ്റ് അധികം ഈ പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കും. BJP SNDP ബന്ധം വെറും നീർക്കുമിള മാത്രമാണെന്ന് ET മുഹമ്മദ് ബഷീർ. മുസ്ലിം ലീഗിനെ ചൂണ്ടി ഹിന്ദു വർഗീയത വളർത്താനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് ET മുഹമ്മദ് ബഷീർ പ്രതികരിച്ചു. ഈ BJP SNDP എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മറ്റ് പാർട്ടികൾക്ക് അതൊരു വലിയ ഭീഷണിയാണെന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക ചിത്രം ഒരു ഊതി ഉറപ്പിച്ചുണ്ടാക്കുന്നതാണ്. അതിനൊന്നും സ്ഥായിയായിട്ടുള്ള നിലനിൽപ്പില്ല. ഫസൽ വധക്കേസിൽ വിചാരണ നേരിടുന്ന CPM നേതാക്കളായ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ നീക്കം. കാരായി രാജനെ ജില്ലാ പഞ്ചായത്തിലേക്കും കാരായി ചന്ദ്രശേഖരനെ തലശ്ശേരി നഗരസഭയിലേക്കുമാണ് മത്സരിപ്പിക്കാൻ നീക്കം നടത്തുന്നത്. ഭീഷണി മൂലം കണ്ണൂരിൽ RMP സ്ഥാനാർത്ഥികളാകാൻ ആരും തയ്യാറാകുന്നില്ലെന്ന് RMP നേതൃത്വം. കോഴിക്കോട് ജില്ലയിലെ 25 പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമെന്നും RMP നേതൃത്വം പ്രതികരിച്ചു. കണ്ണൂർ ജില്ലയിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പലർക്കും ധൈര്യമില്ല, ഭയമാണ്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങൾ. വീണ്ടും സനീഷിലേക്ക്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നില പരിചയപ്പെടുത്തുന്ന KL14 ആണ് ഇനി. പാലക്കാട് ജില്ലയിൽ LDF-ഉം UDF-ഉം BJP-യും തെരഞ്ഞെടുപ്പിനുള്ള ചർച്ചകൾ സജീവമാക്കി. ജില്ലയിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കാനാണ് CPM തീരുമാനം. അതേസമയം കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ വേണമെന്ന JDU ആവശ്യം കോൺഗ്രസ് തള്ളി. സീറ്റ് വിഭജനം സംബന്ധിച്ച് ചില പഞ്ചായത്തുകളിൽ നിലനിൽക്കുന്ന ലീഗ് കോൺഗ്രസ് പോരും പരിഹരിച്ചിട്ടില്ല. SNDP ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുമായുള്ള സീറ്റ് ചർച്ചകളിലാണ് BJP-യുടെ പ്രതീക്ഷ. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അന്തിമ തീരുമാനം 2 ദിവസത്തിനു ശേഷം മാത്രമേ CPM എടുക്കുകയുള്ളൂ. കൂടുതൽ പരിചിതരും ശക്തരുമായ പ്രതിനിധികളെ നിർത്താനാണ് തീരുമാനം. കുഴൽമന്ദത്തു നിന്നും 2 തവണ MLA ആയ M നാരായണൻ, പാലക്കാട് MLA ആയിരുന്ന TK നൌഷാദ് എന്നിവർ മത്സരിച്ചേക്കും. ജനതാദൾ കൃഷ്ണൻകുട്ടി വിഭാഗം മുന്നണിയിലേക്ക് വന്നത് ഇത്തവണ ജില്ലയിൽ LDF-ന് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. പുതിയ ഘടകകക്ഷികൾക്ക് അർഹമായ പരിഗണന നൽകുമെന്ന് മുന്നണി കൺവീനർ പറഞ്ഞു. അവരുടെ ആവശ്യങ്ങൾക്ക് ന്യായമായ രീതിയിൽ പരിഗണന കൊടുക്കുകയും പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. അതൊന്നും അവഗണിക്കപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ആ വിഭാഗം മാത്രമല്ല, UDF വിട്ട് CMB-യിലെ ഒരു വിഭാഗം ഞങ്ങളോടൊപ്പമാണ്. അതേസമയം UDF-ൽ സീറ്റ് വിഭജനം സംബന്ധിച്ച അസ്വാരസ്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ തവണ മത്സരിച്ച അതേ എണ്ണം സീറ്റുകൾ വേണമെന്ന JDU ആവശ്യം കോൺഗ്രസ് തള്ളി. ചില സ്ഥലങ്ങളിലെ കോൺഗ്രസ് ലീഗ് അഭിപ്രായ വ്യത്യാസങ്ങളും അതേപടി നിലനിൽക്കുന്നു. അനങ്ങനടി, നെല്ലായ, അയിലൂർ, കരിമ്പ, തരൂർ തുടങ്ങിയ ഇടങ്ങളിലാണ് അനൈക്യം.
SNDP ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളുമായി BJPയുടെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായി. പാലക്കാട് നഗരസഭയിൽ BJP 3 സീറ്റ് SNDPക്കും 1 NSS പ്രതിനിധിക്കും നൽകാൻ നേരത്തെ തീരുമാനമായിരുന്നു. KM ബിജു, മീഡിയ 1, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ 2010 സീറ്റ് നില എന്തായിരുന്നുവെന്ന് നോക്കാം. 2010 പാലക്കാട് ജില്ലയിലെ സീറ്റ് നിലയാണ് നോക്കാനുള്ളത്. ആകെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ 29 എണ്ണമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് 13, ഗ്രാമപഞ്ചായത്തുകൾ 91, നഗരസഭകൾ 4 എന്നതാണ് പാലക്കാട് ജില്ലയിലെ ആകെയുള്ള നില. ജില്ലാ പഞ്ചായത്തിൽ 29 ഡിവിഷനുകളാണ് ആകെയുള്ളത്. 29 ഡിവിഷനുകളിൽ 18 എണ്ണം LDFും 11 എണ്ണം UDFുമാണ് ഭരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് ആകെ 13 ആണുള്ളത്. LDF 8ഉം UDF 5ഉം ഇടത്ത് ഭരണം നടത്തുന്നു. ഗ്രാമപഞ്ചായത്തുകളാകെ 91 ഗ്രാമപഞ്ചായത്തുകളുണ്ട്. UDFന് 37 ഗ്രാമപഞ്ചായത്തുകൾ സ്വന്തമാണ്. LDF 47 ഇടത്ത് ഭരണം നടത്തുന്നു. നഗരസഭകൾ ആകെ 4 ചിറ്റൂർ, തത്തമംഗലം, പാലക്കാട്, ഷൊർണൂർ, ഒറ്റപ്പാലം എന്നിവയാണവ. ചിറ്റൂർ, തത്തമംഗലം, പാലക്കാട്, ഷൊർണൂർ, ഒറ്റപ്പാലം എന്നിവയാണവ. ആകെ 4 UDFന് 2, LDFന് 2. ചിറ്റൂർ, തത്തമംഗലം, പാലക്കാട് എന്നിവ UDFനും ഷൊർണൂർ, ഒറ്റപ്പാലം എന്നിവ LDFനുമാണ് ഉള്ളത്. 2015 പുതുതായി 3 നഗരസഭകൾ വന്നിട്ടുണ്ട്. മണ്ണാർക്കാട്, ചെർപ്പളശ്ശേരി, പട്ടാമ്പി എന്നിവയാണ് പുതുതായി വന്ന നഗരസഭകൾ. 2015 ഗ്രാമപഞ്ചായത്തുകൾ 88 88 ഗ്രാമപഞ്ചായത്തുകളാണ് ഇപ്പോഴുള്ളത്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ 30 ആണ് ഇപ്പോഴത്തേത്. ആകെ വോട്ടർമാർ 21,15,199. 25 ലക്ഷത്തിലേറെ വോട്ടർമാർ ആകെയുണ്ട്. സ്ത്രീകൾ 10 ലക്ഷത്തിലേറെ 11 ലക്ഷത്തിനടുത്ത് വോട്ടർമാർ സ്ത്രീകൾ ഉണ്ട്. 10 ലക്ഷത്തിലേറെ വോട്ടർമാർ പുരുഷന്മാരുമുണ്ട്. 10,26,591 പുരുഷ വോട്ടർമാരുണ്ട്. ഭിന്നലിംഗത്തിൽപ്പെട്ട 9 പേർ വോട്ടർമാരായി ഇത്തവണയുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കൊച്ചി കോർപ്പറേഷനിലേക്കുള്ള CPM സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാനായി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. മേയർ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും ഇന്ന് അന്തിമ തീരുമാനമുണ്ടായേക്കും. ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക 2 ദിവസത്തിനകം പുറത്തിറക്കുമെന്ന് ജില്ലാ LDF കൺവീനർ അറിയിച്ചു. 74 അംഗ കൗൺസിലിൽ 57 വാർഡുകളിലാണ് മുഖ്യകക്ഷിയായ CPM മത്സരിക്കുക. സീറ്റ് ചർച്ചകളിൽ CPIയുമായി ഒരു സീറ്റിനെ ചൊല്ലി തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്വന്തം സ്ഥാനാർത്ഥി പട്ടികയുമായി മുന്നോട്ടു പോകാനാണ് CPMന്റെ തീരുമാനം. പ്രതിപക്ഷ നേതാവായ KJ ജേക്കബ് തന്നെയാണ് ഇത്തവണയും മുന്നണിയെ നയിക്കുക. നിലവിലെ സ്ഥിതി അനുസരിച്ച് CPM 57, CPI 9, ജനതാദൾ സെക്യുലർ 2, NCP 3, കോൺഗ്രസ് S 1, LDFിലില്ലാത്ത റെഡ് ഫ്ലാഗ് 1, INL 1 എന്നിങ്ങനെയാണ് സീറ്റ് ധാരണ. ഓരോ പാർട്ടിക്കും കിട്ടുന്ന സ്ഥാനാർത്ഥികൾ ഏതൊക്കെയാണെന്ന് ആ പാർട്ടികൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് CPIഎമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി പട്ടികയാണ്. മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ കമ്മിറ്റികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ചർച്ച പൂർത്തിയായി അവരുടെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ LDFിന്റെ പൂർണ്ണമായൊരു സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കാൻ സാധിക്കും. വനിതാ മേയർ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണമെന്ന് സംബന്ധിച്ചുള്ള ചർച്ചകൾ CPMനകത്ത് പുരോഗമിക്കുകയാണ്. മോനമ്മ കൊക്കാട്, ഡോക്ടർ പൂർണിമ എന്നിവർക്ക് പുറമെ സംസ്ഥാനത്തെ മുൻ പ്രമുഖ പാർട്ടി നേതാവിന്റെ മകളെയും മേയർ സ്ഥാനാർത്ഥിയായി പാർട്ടി പരിഗണിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ അടുത്ത ദിവസം തന്നെ അന്തിമ തീരുമാനമുണ്ടാകും. ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം നാളെ ജില്ലാ കമ്മിറ്റി യോഗവും ചേരുന്നുണ്ട്. സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി. കോഴിക്കോട് ജില്ലയിൽ CPM സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി. മുന്നണിയിലെ മറ്റു കക്ഷികളുമായുള്ള സീറ്റ് ചർച്ച തുടരുകയാണ്. ഘടകകക്ഷികൾക്ക് അർഹമായ പ്രാധാന്യം നൽകുമെന്ന് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറഞ്ഞു. ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥി നിർണയം CPM പൂർത്തിയാക്കി. കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിലെല്ലാം ഇത്തവണയും മത്സരിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. അതേസമയം മുന്നണിയുമായി സഹകരിക്കുന്ന JSSനും CMPക്കും INLനും സീറ്റ് നൽകേണ്ടതിനാൽ CPMന് വിട്ടുവീഴ്ച വേണ്ടിവരും. കുറച്ച് സീറ്റ് ക്രമീകരണങ്ങൾ മുന്നണി പാർട്ടികളുമായിട്ട് ചില സ്ഥാപനങ്ങളിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതുകൂടി ഇന്നും നാളെയുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് ആ മുന്നണി സംവിധാനം ഞങ്ങളോടൊപ്പം സഹകരിക്കുന്ന പാർട്ടികളുണ്ട്, INL പോലുള്ള. VKC മുഹമ്മദ് കോയയെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിനെ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പിന്തുണച്ചു. എന്നാൽ ഒരാളെ മാത്രം മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിന് ഇറങ്ങേണ്ടെന്നാണ് തീരുമാനം. വിവിധ മേഖലകളിൽ ഇതിനകം നല്ല കഴിവ് തെളിയിച്ചിട്ടുള്ള ഒന്നിലേറെ പ്രതിഭകൾ ഒരു നിര തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്, ഉണ്ടാവും. നാളെയോ മറ്റന്നാളോ ഞങ്ങളത് അനൗൺസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും. അതിൽ നിന്ന് ഞങ്ങൾ ഒരാളെ മേയറായിട്ട് നിയോഗിക്കും. പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് CPM സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയത്. ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾക്ക് കൂടി വേണ്ട പ്രാധാന്യം നൽകിയാൽ വിജയം സുനിശ്ചിതമാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് CPM. ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.
പണിമുടക്ക് സമരം ഫലം കാണാത്ത സാഹചര്യമുണ്ടായാൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് വയനാട്ടിലെ തോട്ടം തൊഴിലാളികൾ. കഴിഞ്ഞ 12 ദിവസമായി തൊഴിലാളികൾ സമരത്തിലാണ്. 4 തവണ ചേർന്ന പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗങ്ങളിലും വേതനം സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. മിനിമം കൂലി 500 രൂപയാക്കുക, ബോണസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. പണിമുടക്ക് സമരം ഫലം കാണാത്തതിനാൽ റോഡ് ഉപരോധവും സർക്കാർ ഓഫീസ് ഉപരോധവുമെല്ലാം തൊഴിലാളികൾ നടത്തുന്നുണ്ട്. എന്നാൽ നടപടിയുണ്ടാകുന്നില്ല. തെരഞ്ഞെടുപ്പിന് മുൻപ് നടപടിയുണ്ടായില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാനാണ് തൊഴിലാളികളുടെ തീരുമാനം. MLA വരെ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടില്ല. ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് എന്തെങ്കിലും വന്ന് വാക്കുകൾ പറയണ്ടേ, സമാധാന വാക്ക് തരണ്ടേ, ആരും ഞങ്ങൾക്ക് പറയുന്നില്ല. വോട്ട് ബഹിഷ്കരിക്കും. ഞങ്ങൾക്ക് ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യാൻ വരൂല. സമരം തുടങ്ങിയതിനു ശേഷം 4 തവണ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി യോഗം നടന്നു. തൊഴിലാളി സംഘടനകൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കായി ഉറച്ചുനിന്നതോടെ ചർച്ച പരാജയപ്പെട്ടു. ഇതോടെയാണ് വോട്ട് ബഹിഷ്കരിക്കാനുള്ള പ്രഖ്യാപനവുമായി തൊഴിലാളികൾ രംഗത്തെത്തിയത്. മീഡിയ 1 വയനാട്. നാട്ടുവോട്ട് തുടരുന്നു. ഇനി കവലയിലെ വിശേഷങ്ങൾ അറിയാം. കണ്ണൂരിൽ ഫസൽ വധക്കേസിൽ വിചാരണ നേരിടുന്ന CPM നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതാണ് അറിയാനുള്ളത്. കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലെ തെരഞ്ഞെടുപ്പ് വർത്തമാനത്തിലേക്ക്. ഫസൽ വധക്കേസിൽ വിചാരണ നേരിടുന്ന CPM നേതാക്കളായ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും മത്സരിപ്പിക്കാനുള്ള CPMന്റെ ഒരു നീക്കമാണ് ഇന്ന് കണ്ണൂർ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലെ ഒരു സൗഹൃദ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ ഇന്ന് ചെന്ന് നോക്കാൻ പോകുന്നത്. ഏത് കൊലപാതകമായാലും മാർക്സിസ്റ്റുകാരൻ ചെയ്തോ കോൺഗ്രസ്സുകാരൻ ചെയ്തോന്നല്ല, ഒരാളെ കൊല്ലാനുള്ള അധികാരമൊന്നും അവിടെ ഇല്ല. നിയമപ്രകാരം സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അത് സൊസൈറ്റി എന്ന് പറയുന്നത് കോടതി നിയമവ്യവസ്ഥയുണ്ട്. ആ നിയമത്തില് അപ്പൊ ഈ CPM കാരായി രാജനെ അതുപോലെ തന്നെ കാരായി ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാനുള്ള ഒരു നീക്കം തുടങ്ങിയ വാർത്തയുണ്ട്. ഇത് എങ്ങനെ നമ്മൾ കണ്ണൂരുകാരെന്നല്ലേ നമ്മൾ നോക്കിക്കാണുന്നത്? ഈ പ്രതിസ്ഥാനത്തുള്ളവരാണ് രണ്ടുപേരും. അപ്പോൾ അവർ നമ്മൾ ഈ ജനാധിപത്യ രീതിയിലെ പ്രവർത്തനം നടക്കുമ്പം അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ചെയ്യേണ്ടത്. അത് CPM കൈക്കൊള്ളാതിരുന്നത് ഒരു ഗുരുതരമായ പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. യുവതലമുറ എങ്ങനെയാണ് അവരും സംസാരിക്കാനുള്ള കാര്യത്തെക്കുറിച്ച്? ഏതൊരു പാർട്ടി ആയാലും ഇതുപോലെ അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ്, അതായത് അവരുടെ പിന്നിലുള്ള കേസുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയതിനു ശേഷം ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൊണ്ടുവരുന്നതായിരിക്കും. നമുക്ക് ഇവിടെ കുറച്ച് ആളുകൾ ഇവരോടും ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ ഇത്തരത്തിൽ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലുള്ള അഭിപ്രായമാണോ? ഇത്തരം അക്യൂസ്ഡ് ആയ ആളുകളെ മാറ്റി നിർത്തുന്നതാണോ പാർട്ടിക്ക് നല്ലത്? ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം അവരെ കുറ്റവാളിയാണോ അല്ലയോ എന്ന് കോടതിയെ തീരുമാനിക്കേണ്ട. അതിനുശേഷം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്താൽ മതിയല്ലോ. വിചാരണ നേരിടുന്ന ആളായാലും അയാൾ കുറ്റവാളി എന്ന നിലക്ക് അവർ രണ്ടുപേരും കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ട കോടതിയാണ്. ഇടയ്ക്ക് നമ്മൾ ഇതോടെ ഒന്ന് കൊണ്ടുവരാം. അപ്പോൾ ഇത് എങ്ങനെ കാണുന്നു ഈ കാരായി ചന്ദ്രശേഖരനെ രാജനെ മത്സരിപ്പിക്കാനുള്ള CPMന്റെ ഒരു നീക്കം എങ്ങനെ കാണുന്നു? ഞാൻ പറയുന്നത് പാർട്ടി അധപ്പതിച്ചതിൻ്റെ ഏറ്റവും വലിയ പരാജയം എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ. ചേട്ടൻ അവിടെ മാറി നിൽപ്പുണ്ട്, ചേട്ടനോട് ചോദിച്ചു നോക്കാം. കോടതി ഒരു വിധിപ്രകാരം എന്ന് വെച്ചാൽ അതൊരു മത്സരിക്കുന്ന ഒരു നല്ല ശീലമല്ല. അത് കെട്ടുറപ്പുള്ളൊരു പാർട്ടി കൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ലൊരു സഹാക്കന്മാർ നിർത്തിക്കൊണ്ട് മത്സരിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. ഈ പാർട്ടി അവരെ ഇപ്പം നിർത്തുവാണ് തെരഞ്ഞെടുപ്പിൽ. അത് നിർത്തി ജയിച്ചാൽ അത് എങ്ങനെയാണ് അത് CPMന് ഗുണകരമാവുക? അതോ ഗുണകരം തന്നെയാവും. കാരണം ഇപ്പം ഭരിക്കുന്ന ആൾക്കാരുടെ ഉമ്മൻചാണ്ടി അടക്കം എല്ലാം കുറ്റാരോപിതരാണ്. ഇത് തന്നെയാണ് ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഇത് തന്നെയാണ്. തൽക്കാലത്തേക്ക് ഇന്നത്തെ ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കനത്ത സുരക്ഷയൊരുക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. സുരക്ഷ സംബന്ധിച്ച പോലീസിന്റെ അവലോകന യോഗങ്ങൾ നാളെ ആരംഭിക്കും. കണ്ണൂർ ജില്ലയിൽ അതീവ ജാഗ്രത ആവശ്യമുള്ള 505ഉം പ്രശ്നസാധ്യതയുള്ള 770 ബൂത്തുകളുണ്ട്. TP ചന്ദ്രശേഖരന്റെ വധത്തിന് ശേഷം നടക്കുന്ന ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പായതിനാൽ വടകര ഉഞ്ചിയം മേഖലയിലും കൂടുതൽ സുരക്ഷ വേണമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. EK നായനാരുടെ മകൾ കൊച്ചിയിൽ LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായേക്കും. ഉഷ നായനാരുമായി പാർട്ടി നേതൃത്വം ചർച്ച നടത്തി. ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉഷയുടെ പേര് നിർദ്ദേശിച്ചു. പാർട്ടി നേതൃത്വം ചർച്ച നടത്തിയെന്ന് ഉഷ നായനാർ മീഡിയ 1നോട് പറഞ്ഞു. വിവരങ്ങളുമായി സനൂപ് ശശിധരൻ ചേരുന്നു. സനൂപ്, എന്തുകൊണ്ടാണ് ഉഷയെ പാർട്ടി ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്? അന്തിമമായിട്ടുള്ള തീരുമാനമായിട്ടുണ്ടോ?
ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ഉഷ നായനാരുമായി പാർട്ടി നേതൃത്വം ആദ്യമായി സംസാരിച്ചത്. ഇന്നലെ വൈകുന്നേരം ഉഷയുടെ ഫ്ളാറ്റിലെത്തിയാണ് ഇക്കാര്യത്തിൽ സംസാരം നടന്നത്. കോർപ്പറേഷനിൽ ഒരു വനിതാ മേയറാണ് ഇത്തവണ വരുന്നത്. അതുകൊണ്ട് തന്നെ ജനകീയമായ ഒരു മുഖം തന്നെ വേണം എന്ന് പാർട്ടിക്ക് നിർബന്ധമുണ്ടായിരുന്നു. മാത്രവുമല്ല വലിയ തരത്തിൽ നേതാക്കളെ കണ്ടെത്താൻ സാധിച്ചിരുന്നുമില്ല. അതുകൊണ്ടാണ് കെ നായനാരുടെ മകൾ തന്നെ മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് എങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും, കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കാനാകും എന്നൊരു വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടിട്ടാണ് ഉഷ നായനാരുടെ പേര് നിർദ്ദേശിച്ചത്. ഇന്നലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തന്നെ ഉഷയുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. അതിനുശേഷം ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി രാജീവ് തന്നെ ജില്ലാ സെക്രട്ടറി തന്നെ ഉഷയുടെ പേര് ഔദ്യോഗികമായി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് ചർച്ചയും നടന്നു. ഇന്ന് സംസ്ഥാനം തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ എറണാകുളം കേന്ദ്രീകരിച്ചും ഇക്കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഉഷയുടെ പേരിനോട് പാർട്ടിക്കകത്ത് ആർക്കും തന്നെ എതിർപ്പില്ല. KSRTCയിൽ കൂട്ടസ്ഥലം മാറ്റം. കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലെ ഡിപ്പോകളിലാണ് കൂട്ടസ്ഥലം മാറ്റം നടന്നിരിക്കുന്നത്. 300-ലേറെ മെക്കാനിക്കൽ ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെയാണ് സ്ഥലം മാറ്റം. UDF സംവിധാനം തകർന്ന മലപ്പുറം ജില്ലയിൽ ലീഗിനെയും കോൺഗ്രസിനെയും കൂട്ടുപിടിച്ച് നേട്ടം കൊയ്യാൻ CPM ശ്രമം. പരപ്പനങ്ങാടി നഗരസഭയിൽ CPM കോൺഗ്രസ് സഖ്യം 45 സീറ്റിലും മത്സരിക്കാൻ തീരുമാനിച്ചു. തിരൂരങ്ങാടി മണ്ഡലത്തിലെ നന്നമ്പ്രയിൽ CPM-ഉം കോൺഗ്രസും ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വണ്ടൂർ മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ ലീഗും CPM-ഉം തമ്മിലാണ് സഖ്യം. പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ ലീഗും ലീഗ് വിരുദ്ധരും തമ്മിൽ നേരിട്ടാണ് മത്സരം. CPM രൂപീകരിച്ച വികസന മുന്നണിയിൽ കോൺഗ്രസിലെ പ്രബല വിഭാഗവും CMP-യും INL-ഉം വെൽഫെയർ പാർട്ടിയും PDP-യും ഒക്കെ ഉണ്ട്. കാലാകാലങ്ങളായിട്ട് തരുന്ന സീറ്റിൽ ഏകദേശം 2 സീറ്റ് ജയിക്കും. പക്ഷേ ലീഗിന് 15 സീറ്റ് കൊടുത്താൽ 17 സീറ്റിൽ അവർ ജയിക്കും. റിബലിന് 2 നേതൃത്വം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം തന്നെ തീരുമാനിച്ചാണ് ഇപ്രാവശ്യം ലീഗിനായിട്ട് യാതൊരു സഖ്യമില്ല. ലീഗിനെ പരാജയപ്പെടുത്താൻ ആരുമായും കൂടുമെന്നാണ് CPM നേതൃത്വത്തിന്റെ വിശദീകരണം. എല്ലാ പൊതുപ്രവർത്തകർക്കും ലീഗിന്റെ ആ ധാർഷ്ട്യം കലർന്നുള്ള സമീപനം വലിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതിനെതിരായിട്ടുള്ളൊരു മൂവ്മെന്റ് എന്നുള്ള രൂപത്തിൽ വർഗീയ കക്ഷികൾ ഒഴിവാക്കിയിട്ട് ഒരു മുന്നണിക്ക് രൂപം കൊടുക്കുകയാണ്. താനൂർ മണ്ഡലത്തിലെ പൊന്മുണ്ടത്ത് CPM-ഉം കോൺഗ്രസിലെ ഒരു വിഭാഗവും ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. തിരൂരങ്ങാടി മണ്ഡലത്തിലെ നന്നമ്പ്രയിലും ഇതേ കൂട്ടുകെട്ട് തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ വണ്ടൂർ മണ്ഡലത്തിലേക്ക് കടക്കുമ്പോൾ CPM-ന് കൂട്ട് മുസ്ലിം ലീഗാണ്. കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് ലീഗ് പ്രഖ്യാപിച്ച 4 പഞ്ചായത്തുകളിലാണ് ലീഗും CPM-ഉം തമ്മിൽ രഹസ്യധാരണയിലെത്തിയത്. കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ കോൺഗ്രസ് ഒഴികെയുള്ള UDF-ലെ മറ്റു കക്ഷികളെ ഒപ്പം നിർത്തിയാണ് ലീഗ് പോരാട്ടത്തിനിറങ്ങുന്നത്. റഹീസ് റഷീദ്, മീഡിയ 1, മലപ്പുറം. പ്രമുഖർ അവരുടെ പഞ്ചായത്തിനെ പരിചയപ്പെടുത്തുന്ന സെഗ്മെന്റാണിനി സെൽഫി. നിലമ്പൂർ ഐഷ അവരുടെ പഞ്ചായത്തിനെ കുറിച്ച്. മുഖവുര ആവശ്യമില്ലാത്ത മലയാളത്തിന്റെ കലാകാരി നിലമ്പൂർ ആയിഷയാണ് ഇന്ന് നമുക്കൊപ്പം ഉള്ളത്. ആയിഷ, നാട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ബഹളത്തിലായി. തെരഞ്ഞെടുപ്പൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എന്താണ് ഇവിടുത്തെ ഒരു വിശേഷം? തീർച്ചയായിട്ടും ശ്രദ്ധിക്കാറുണ്ട്. ഈ പ്രാവശ്യം വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. കാരണം പല വിഭാഗങ്ങളും വിഭാഗീയത സൃഷ്ടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഇപ്പം മറ്റുള്ള ആളുകളാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഇവിടുത്തെ കാര്യം മാത്രമല്ല, ഞാൻ കേരളത്തിലെ മൊത്തം കാര്യമാണ് ഈ പറയുന്നത്. ഈ ആദ്യം വോട്ട് ചെയ്ത എപ്പോഴാണെന്നൊക്കെ ഓർക്കുന്നുണ്ട്? ആർക്കാണ് വോട്ട് ചെയ്തതെന്നൊക്കെ? അത് ഞാൻ ഓർക്കുന്നുണ്ട്. കാരണം അത് ഓർക്കാൻ പ്രത്യേകിച്ച് കാരണം ഞാനൊക്കെ കുറേ വലുതായതിനു ശേഷമാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ആ കാലഘട്ടം അങ്ങനെയാണല്ലോ. പക്ഷേ വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം അനിവാര്യമാണെന്ന് ഉറക്കെ പറയാൻ ശ്രമിച്ചിരുന്നത് എന്ന് ഇടതുപക്ഷ ചിന്താഗതിക്കായ ആളുകളായിരുന്നു. അപ്പോൾ അതിനോട് ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. ആ അനുഭവത്തിലൂടെ അന്ന് ഇവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ സഖാവ് കുഞ്ഞാലിക്ക് വേണ്ടിയിട്ടാണ് അന്ന് ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് നമ്മുടെ നിലമ്പൂർ നഗരസഭയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ? അത് പറയുകയാണെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഓരോ ദിവസങ്ങളും നല്ല പ്രൊജക്റ്റുകൾ ഇവിടെ ഉണ്ടാക്കുകയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ വാർഡ് മെമ്പർമാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ മതിയെന്നാണോ ആയിഷാത്ത കരുതുന്നത്? അതോ കുറച്ചും കൂടെ ഏതെങ്കിലും രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അല്ല, അവർക്ക് കിട്ടിയ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ അവരൊക്കെ ചെയ്യുന്നത് വളരെയധികം മുമ്പോട്ട് പോകുന്നില്ല എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ ഈ സ്ഥലത്ത് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷം കഴിഞ്ഞു. ഇതുവരെ നല്ലൊരു റോഡ് നമുക്കുണ്ടായിട്ടില്ല.
അപ്പം അതിൻ്റെയൊക്കെ ഒരു വേദന ഉണ്ട്. ഇങ്ങനെ നല്ലൊരു റോഡ് ഉണ്ടാവുക, അങ്ങനെ നല്ലൊരു പ്രവർത്തനങ്ങൾ അവരിവിടെ കാഴ്ചവെക്കുക, ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഈ നിലമ്പൂരിലൊരു മാറ്റങ്ങൾ വരേണ്ടത്? ഏതൊക്കെ മേഖലകളിലാണ്? അങ്ങനെ എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ? ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് കുറേയും കൂടെ മാറാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു നല്ലൊരു മീറ്റിംഗൊക്കെ കൂടണമെങ്കിൽ നമുക്ക് ഒരു ഹാള് വരെയില്ല. നമ്മളുടെ ഈ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ തീരെയില്ല. അങ്ങനത്തെ ഒരു സൗകര്യങ്ങളും കിട്ടാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങൾ. ഇതൊക്കെ അവിടെ ലേശം ഉണ്ടെങ്കിൽ അത് ആ ടൗണിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെ. ഇവിടെ നമ്മൾ സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ, ഇവിടെയൊക്കെ എത്രകാനും ആളുകളാണെന്ന് അറിയാം, ആയിരക്കണക്കിന് വീടുകളുണ്ട് ഇവിടെ. എന്നിട്ടൊരു റോഡ് പോലും ഇല്ല, അവിടെ ഒരു വികസനം ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ല. എന്തായാലും ആയിഷാത്താടെ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ക്ലിയർ ചെയ്ത് തരട്ടെ, ഈ പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മുടെ ജനപ്രതിനിധികൾ തരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എന്തായാലും മീഡിയ വണ്ണിനൊപ്പം ഇത്രയും സമയം പങ്കിട്ടതിന് നന്ദി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഇലക്ഷൻ ഗാനമിറക്കി വോട്ട് പെട്ടിയിലാക്കാനുള്ള ശ്രമമുണ്ട് മിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന്. പ്രാദേശിക വികസനങ്ങൾ മുതൽ ദേശീയ രാഷ്ട്രീയം വരെ പാരഡി ഗാനങ്ങളിൽ മുഴങ്ങിക്കേൾക്കാം. സ്ഥാനാർത്ഥികളെല്ലാം പണി തുടങ്ങി, പാട്ടും പാടി വിജയിക്കാനാണ് ശ്രമം. ലീഗല്ലേ മുസ്ലിം ലീഗല്ലേ വലിയങ്ങാടിക്ക് ഉശിരേകില്ലേ, അണികൾക്കോ നാട്ടിലെ അണികൾക്കോ ലീഗിൻ മാരത്ത് തണലേകില്ലേ, നീ നാട്ടിലാകെ ജയ് വിളിച്ച് ലീഗിൻ പച്ച വാഗ്ദാന പെരുമഴയാണ് ഓരോ വരികളിലും. മുന്നണിയായൊരു UDF അല്ലേ, ജനക്ഷേമ പദ്ധതികളൊക്കെ കൊണ്ടുവന്നില്ലേ. പാട്ടുകാർക്ക് തെരഞ്ഞെടുപ്പ് കാലം ചാകരയാണ്. മാക്സിമം ഞങ്ങൾ ഇത് യൂസ് ചെയ്യുന്നത് ഒരു 7 പാട്ട് 10,000 എന്നുള്ള രൂപത്തിലാണ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അത് മാക്സിമം അതിനുള്ള എക്സ്പെൻസ് വരുന്നുണ്ട്. പരസ്പരം പഴിചാരാനും 8ന്റെ പണി കൊടുക്കാനും മാപ്പിളപ്പാട്ടിന്റെ പാരഡിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. മലയാളത്തിലെ ഹിറ്റ് ഗാനങ്ങളിലെ വരികളും രാഷ്ട്രീയക്കാർക്ക് പ്രിയമാണ്. അങ്ങാടി മൂലയിലും കാണാം കുട്ടിക്കള്ളന്റെ കൂത്താട്ടം കാണാം. ഡാറ്റസ് വേലായുധനൊപ്പം റഹീസ് റഷീദ്, മീഡിയ 1 മലപ്പുറം. നാട്ടുവോട്ട് പൂർണ്ണമാവുകയാണ്. നാളെ ഇതേ സമയത്ത് കാണാം പൂർണ്ണമായ തെരഞ്ഞെടുപ്പ് വിവരങ്ങളുമായി. നമസ്കാരം.